നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഇന്ന് നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ വംശം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ ഇക്ഷ്വാകു വംശം എന്ന് പറയും. പിന്നെ പ്രധാനമായിട്ട് സൂര്യവംശമാണ്. പിന്നെ രഘുവംശം എന്നും ഒക്കെ പറയൂലേ. അപ്പം ആ വംശത്തിലെ ഒരു രാജാവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദിലീപൻ എന്നാണ്. വളരെ പ്രസിദ്ധനായിരുന്നു. ദേവലോകത്തും 3 ലോകങ്ങളിലും ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള രാജാവാണ്. അതേപോലെ തന്നെ വളരെ ധർമ്മിഷ്ഠനും രാജ്യകാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധാലുവും എല്ലാവിധത്തിലും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു രാജാവായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ, കാമധേനുവിനെ വഴിക്ക് വെച്ച് കണ്ടു. കാമധേനു ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദേവലോകത്തിലെ പശുവാണ് കാമധേനു. ദേവലോകത്തിൽ അങ്ങനെ 2-3 പശുക്കളുടെയൊക്കെ പേര് നമുക്കറിയാമല്ലേ. കാമധേനു, സുരഭി, നന്ദിനി. അതേപോലെ തന്നെ എല്ലായിടത്തെയും ദേവലോകത്തിലെല്ലാം ഉള്ളതൊക്കെ വിശിഷ്ട വസ്തുക്കളല്ലേ. കൽപ്പകവൃക്ഷമുണ്ട് അവിടെ, പിന്നെ പാരിജാതമുണ്ട്. ഇതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കാമധേനു പോയ സമയത്ത് ഈ നമ്മുടെ ദിലീപൻ എന്ന് പറയുന്ന രാജാവ് അത് അത്ര മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിക്കാത്തോ. എന്തായാലും ആ കാമധേനുവിനെ, ഇപ്പം കാമധേനുവിനെ അറിയാമല്ലോ, ഞാൻ വളരെ വൈശിഷ്ട്യമുള്ളൊരു പശുവാണെന്നൊക്കെ. അപ്പം ഒരു കണ്ട ഭാവമൊക്കെ ഒന്ന് അക്നോളജ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒന്നും ചെയ്തില്ല. അപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. പിന്നെ എന്തെങ്കിലും ആട്ടെ, അതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് കാമധേനു പോയി. പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് പ്രകൃതി അത് നോട്ട് ചെയ്തു. നമ്മൾ വിചാരിക്കും ആരും ഒന്നും കാണണില്ല എന്നല്ലേ പല കാര്യങ്ങളും. പക്ഷേ പ്രകൃതി അത് നോട്ട് ചെയ്തു. എന്താ അതിൻ്റെ ഫലമായിട്ടുണ്ടായെന്നറിയോ? എത്ര വർഷമായിട്ടും നമ്മുടെ ദിലീപിന് മക്കളുണ്ടാവണില്ല, മക്കളില്ല, പുത്രന്മാരുണ്ടാവുന്നില്ല. അങ്ങനെ പലരെയും കണ്ടു, ചോദിച്ചു. അങ്ങനെ അപ്പം മഹർഷിമാരാണ് പറഞ്ഞത്, ഇങ്ങനെ കാമധേനുവിനോട് നിരുത്തരവാദപരമായിട്ട് അല്ലെങ്കിൽ മര്യാദയില്ലാതെ പെരുമാറി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. എന്നിട്ട് അവരതിനെ പ്രതിവിധിയും പറഞ്ഞു കൊടുത്തു. വേറൊന്നും വേണ്ട, കാമധേനുവിനെ കണ്ട് പറയുക. പിന്നെ കാമധേനുവിൻ്റെ മകളാണ് നമ്മൾ പറയുന്ന നന്ദിനി. ഈ നന്ദിനിയെ സേവ ചെയ്യണം കുറച്ചു കാലം. ഇത് കേട്ടപ്പോഴത്തേക്കും വേഗം ഓടി അവിടെ ചെന്നു. കാമധേനുവിൻ്റെ അടുത്ത് സാഷ്ടാംഗം വീണു, കരഞ്ഞു. സമസ്താപരാധം പൊറുക്കണമെന്ന് പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചു. കാമധേനുവിനെ ഓർമ്മയില്ലേ, ഞാനത് അപ്പോഴേ വിട്ട് കളഞ്ഞു. ആ ഒരു രീതിയിലാണ്. പിന്നെ നന്ദിനി പശുവിനെ നോക്കാൻ തുടങ്ങി. ഈ ഗോസേവ എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ പശുവിനെ സേവിക്കുന്നതിന്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം മഹാദേവനൊരു സംശയം. ഈ കാര്യം ഇദ്ദേഹം വന്ന് ഗോസേവയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ശരിയായിട്ടുള്ള ഒരു സേവയാണോ, ഒരാത്മാർത്ഥതയുണ്ടോ ഈ നന്ദിനിയോടോ എന്നൊക്കെ. എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ മഹാദേവൻ സിംഹത്തിൻ്റെ വേഷമായിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഈ നന്ദിനിക്കുട്ടി അതിനെ ആക്രമിക്കാൻ വന്നു. വേഗം കഴിയുന്ന വിധത്തിലെല്ലാം ദിലീപൻ തടുത്തു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ആ സിംഹത്തിൻ്റെ മുമ്പിലേക്ക് വീണ്ടു പറഞ്ഞു, അങ്ങയ്ക്ക് വേണമെങ്കിൽ എന്നെ കൊന്ന് എന്നെ ഭജിച്ചോളും, എന്നാലും ആ പശുവിനെ വെറുതെ വിടണം, അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. എൻ്റെ ജീവന് എനിക്ക് സാരമില്ല, അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും മഹാദേവന് വളരെ സന്തോഷമായി. അദ്ദേഹം ഉടനെ തന്നെ ശരിക്കും മഹാദേവനായിട്ട് തന്നെ രാജാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, അങ്ങയുടെ എല്ലാ വിഷമവും തീരും. ഉടനെ തന്നെ അങ്ങയ്ക്ക് ഈ ലോകം മുഴുവനും പ്രസിദ്ധനായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പുത്രനുണ്ടാകും. ആ പുത്രനെ കൊണ്ട് അങ്ങയുടെ വംശം മുഴുവനും നിലനിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ പുത്രനാണ് രഘു. ഈ രഘുവിൻ്റെ വംശത്തിലാണ് നമ്മുടെ ദശരഥ മഹാരാജാവും ശ്രീരാമചന്ദ്രനും ഒക്കെ ജനിച്ചത്.